ഈ മദീനയിലൂടെ ഞങ്ങളിപ്പോൾ ഒരു ദീർഘമായൊരു യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി തിരിച്ചു പോവുകയും ചെയ്യണം അബുദാബിയിലേക്ക്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 6 ദിവസം പുണ്യനബിയുടെ ചരിത്രങ്ങളിലൂടെയുള്ള യാത്രയാണ്. മദീനയിൽ തന്നെ ബിർ ഖർസ് എന്ന് പറയുന്നൊരു കിണർ ഇപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നോളി എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവർ കാണാൻ വേണ്ടി, സിയാറത്തിന് വേണ്ടി അവിടെ ചെല്ലാം. അവിടെ വെള്ളം കുടിക്കാനും നിസ്കരിക്കാനും സൗകര്യമുണ്ട്. പുണ്യനബിയുടെ ജനാസ കുളിപ്പിച്ച കിണറാണത്. തങ്ങൾ വസീത്ത് ചെയ്തിരുന്നു. ബിർ റൗഹ എന്ന് പറയുന്ന ബദറിലേക്ക് പോകുന്ന വേറെ കിണറുണ്ട്. അവിടെയും പോയിട്ട് വെള്ളം കുടിക്കും. ക്യാൻസറിന് വരെ അസുഖത്തിന് ശിഫയുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്ന അനുഭവങ്ങളുള്ള ഒരു വെള്ളമാണ് ബദറിലേക്ക് പോകുമ്പോൾ. അവിടെ തന്നെ ബിർ ഷിഫയുണ്ട്. ഷിഫായിൻ്റെ വെള്ളം നക്ക് പുണ്യനബി കുടിച്ച കിണറുകൾ അതൊക്കെ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുക. അൽഹംദുലില്ലാ. എല്ലാറ്റിലും ചില ഖൈറും ചില ഷെറും ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, ഇതിലിങ്ങനൊരു ഖൈർ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിൽ നിന്ന് വരുമ്പോൾ നബി തങ്ങൾ സൊഫിയ ബീവിയെ കല്യാണം കഴിച്ച് അവരൊരുമിച്ച് താമസിച്ച ഒരു ഗുഹയുണ്ട്. ഉമ്മു ജർനാസ് എന്നാണ് ആ ഗുഹയുടെ പേര്. അത് ഖൈബറിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉള്ളിലാണ്. ഖൈബർ കോട്ടകളൊക്കെ അതേപോലെ നമ്മൾ കിതാബിലൊക്കെ പഠിച്ച ഖൈബർ കോട്ട ഇന്നും 4-5 കോട്ടകൾ ഇപ്പോഴുണ്ട് അവിടെ. ഉമ്മു ജർനാസ് എന്ന് പറയുന്ന ഉമ്മു ജർനാസ് ഒരു ഗുഹയാണ്. 1.5 കിലോമീറ്ററാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. 1.5 കിലോമീറ്റർ അതിനുള്ളിൽ പുണ്യനബി 3 ദിവസം താമസിച്ചിട്ടുണ്ട്. സദ് സ്വഹ്ബ എന്ന് പറയുന്നൊരു അണക്കെട്ടുണ്ട്. അതൊക്കെ അന്നുള്ള അണക്കെട്ടാണ്. പുണ്യനബി അതിൻ്റെ അരികത്ത് 3 ദിവസം ഖൈബറിലേക്ക് പോകുമ്പോൾ താമസിച്ച ഇടമാണ്. അങ്ങനെ തുടങ്ങി അവിടുത്തെ ഹബീബിൻ്റെ യാത്രകളിൽ നബിതങ്ങൾ ഇരുന്നിടത്ത് തങ്ങൾ നിസ്കരിച്ചിടത്തൊക്കെ പോകാനുള്ള അവസരമുണ്ടായപ്പോൾ ഹബീബിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ അടുക്കുകയാണ്. നമ്മുടെ ഈ സ്വലാത്ത് മദീനയുടെ ആ പച്ച കുബ്ബക്ക് താഴെ കിടക്കുന്ന ഹബീബ് കേൾക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഹബീബിനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു. ആരാണോ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങളുടെയൊക്കെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ഹബീബിന് വിവരം കൊടുക്കുന്നുവെന്ന് പുണ്യനബി തന്നെ പറഞ്ഞു. ഞാൻ മരിച്ചാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തുന്നു, ഞാനതിന് മറുപടിയും തരും എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടം, ടെൻഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ടോ, സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോളി. കടം വീഴണമെന്നുണ്ടോ, സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോളൂ. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് ഇദൻ യുഗ്ഫറു ദംബുക, തെറ്റുകൾ അല്ലാഹു പുറത്തു തരണമെന്ന് ആഗ്രഹമുണ്ടോ, സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോളൂ. യുഗ്ഫറു ദംബുക വയുഖ്ലാ ദൈനുക വയുഖ്ഫാ ഹമ്മുക. ടെൻഷൻ മാറും, കടം വീടും, തെറ്റുകൾ പൊറുക്കപ്പെടും. ഇതാണ് സ്വലാത്ത്. ഇരിക്കി ജസാക്കുമുല്ലാഹു ഖൈറ. അല്ലാഹു ഹബീബിൻ്റെ ചാരത്തണയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആർക്കെങ്കിലും തിരക്കണ്ടേ പോയിക്കോളിട്ടോ, ഇൻഷാ അല്ലാഹ്. ധൈര്യമായിട്ട് പോയിക്കോളി, ഒരു പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ, മരണത്തിലേക്ക് നീങ്ങുമ്പോൾ അസുഖങ്ങളെ കൊണ്ട് അല്ലാഹു സിഗ്നൽ തരുന്ന പോലെ ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യവും അടുത്തു എന്ന് പ്രപഞ്ചത്തിന് വരുന്ന രോഗങ്ങളാണ് പുണ്യനബി പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ചില രോഗം ഭയങ്കര വലിയ രോഗങ്ങളാണ്, മേജർ ഓപ്പറേഷൻ വേണ്ട രോഗങ്ങളുണ്ട് ഭൂമിക്ക്, പ്രപഞ്ചത്തിന് സംഭവിക്കും. അതിനാണ് അലാമാത്തുൽ കുബ്ര, വലിയ വലിയ അടയാളങ്ങൾ എന്ന് പറയാം. ഇദാ ദുയ്യഅത്തിൽ അമാനതു ഫന്തദുരിസ് സാഅ. ഒരാൾക്ക് ഒരാളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ, മനഃപൂർവ്വം മനുഷ്യന്മാർ വഞ്ചിക്കാൻ തുടങ്ങിയാൽ അത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിക്ക് വരുന്ന അസുഖമാണത്. വാക്കുകൾക്ക് വിലയില്ലാതിരിക്കുന്നതും, നുണ പറയുന്നതും, വഞ്ചിക്കുന്നതും. ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതുദിരിസ് സാഅ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. യോഗ്യരല്ലാത്ത ആളുകൾ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നതും, ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നതും, ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണെങ്കിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണത്രേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പിന്നെ പറഞ്ഞു നബി തങ്ങൾ, അൻ തുതറകൽ ഖലാസ് ഫലാ യുസ്ആ അലൈഹാ, മരുഭൂമിയിലെ മരുക്കപ്പൽ എന്ന് പറയുന്ന, മരുഭൂമിയുടെ ഷിപ്പ് ഓഫ് ദി ഡെസേർട്സ്, മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം, ഖാഫിലകൾ താണ്ടിപ്പോയ ഒട്ടകങ്ങളാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഖാഫിലകളായി കച്ചവട സംഘങ്ങളായി യാത്ര ചെയ്തത് ഒട്ടകപ്പുറത്തായിരുന്നു. പുണ്യ നബി തങ്ങൾ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തത്. ഖസ്വ എന്ന് പറയുന്ന ഹബീബിന്റെ ഒട്ടകം പ്രസിദ്ധമാണ്. ഖസ്വ ഹബീബിന്റെ ഒട്ടകത്തിന്റെ പേരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും അൻ തുതറകൽ ഖലാസ്, നല്ല ഒട്ടകങ്ങൾ വരെ ആളുകൾ വാഹനം കയറാൻ ഉപയോഗിക്കൂല. വാഹനം കയറാൻ ഒട്ടകങ്ങളൊന്നും അല്ല, പുതിയ പുതിയ സംഗതികൾ ലോകത്ത് വരും. ഫലാ യുസ്ആ അലൈഹാ, ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുക എന്ന ഒരു ഉപകാരം ഒട്ടകത്തെ കൊണ്ട് കിട്ടാത്തൊരു കാലം വരും. പാല് ചുരത്ത് അതിന്റെ മീറ്റിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. എന്തിനല്ല? യാത്ര ചെയ്യാനല്ല. അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾ യാത്ര ചെയ്യും അലാ മയാസിറ, വളരെ മിനുമിനുത്ത സോഫ്റ്റായ കുഷ്യനുള്ള സീറ്റുകളുള്ള വാഹനങ്ങളിൽ. അവര് മസ്ജിദിന്റെ മുമ്പിൽ വന്ന് പാർക്ക് ചെയ്യും, വാഹനങ്ങൾ നിർത്തും. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒട്ടകങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. അതിവേഗം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒട്ടകമല്ല എന്നും, എന്നാൽ ചാരിയിരിക്കാൻ പറ്റുന്ന സീറ്റുകളുള്ള വാഹനങ്ങൾ. അത് കാറ്, ജീപ്പ് അങ്ങനെയൊന്നും നബി തങ്ങൾ പറഞ്ഞില്ല, പക്ഷേ തങ്ങൾ സൂചന നൽകി. ഫലാ യുസ്ആ അലൈഹാ, ഒരിക്കലും ആളുകൾ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാത്ത കാലം വരും. കുതിരപ്പുറത്ത്, കഴുതപ്പുറത്ത്, കാളവണ്ടികളിൽ ഇതിലൊന്നും ആൾക്കാർ യാത്ര ചെയ്യൂല. കാലം അല്ലേ മാറിയില്ലേ, എത്ര പെട്ടെന്നാണ്. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് സത്യമായി പുലർന്നു നബിയേ. സ്വിൻഫാനി മിൻ അഹ്ലിൻ നാരി ലം അറഹുമാ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത രണ്ട് വിഭാഗം ആളുകൾ ഈ ലോകത്ത് ജനിക്കാൻ പോകുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ വടികൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന നിയമപാലകന്മാർ. അവര് വടികൊണ്ട് ജനങ്ങളെ അടിക്കും. വടികൊണ്ടടിക്കുന്ന നിയമപാലകന്മാർ. ലാത്തി വീശിയ അടിക്കുക എന്നൊക്കെ പറഞ്ഞ അതന്നെ. പക്ഷെ ഈ പറയുന്നത് ഒരു അക്രമത്തെ പിരിച്ചുവിടാനുള്ള അടിയെക്കുറിച്ചല്ല, വെറുതെ ആളുകളെ അടിക്കുന്ന നിയമപാലകന്മാർ. യദ്രിബൂന ബിഹന്നാസ്, അവര് ജനങ്ങളെ അടിക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകള് ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്. യുദ്ധമാണ് ബദർ, ഉഹദ്, ഖന്തഖ്, ഹുനൈൻ, തബൂക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കണം, മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകൾ പുണ്യ നബിതങ്ങളുടെ ജീവിതത്തിൽ നടന്ന 30-ലേറെ ചെറുതും വലുതുമായ സംഘട്ടനങ്ങളിൽ ശത്രുപക്ഷത്തു നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും രണ്ടും കൂടെ മരിച്ചത് 1260 പേരാണ്. എത്ര? 1260. അതിൽ 30,000 സൈന്യങ്ങൾ പോയതുണ്ട്. 100,000 സൈന്യം സംബന്ധിച്ച യുദ്ധങ്ങളുണ്ട്. എല്ലാം കൂടെ 1260, 60 ചില്ലറ, 63 64 ആണ്. 1264. ഇതൊക്കെ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റുമോ? ഒരു യുദ്ധമല്ല, 40 യുദ്ധങ്ങളിലായി മരിച്ചവർ ഇത്ര പേരാണ്. ലോകമഹായുദ്ധത്തിൽ എത്രയാണ് മരിച്ചത്? 1-ാം ലോകമഹായുദ്ധം, 2 ഇപ്പൊ നടക്കുന്ന യുക്രൈൻ വാർ, ഇറാഖ് വാർ. ഇതൊക്കെ പറയുന്ന ആൾക്കാർ അതിൻ്റെ കണക്കൊന്ന് വായിച്ചിട്ട് കേൾപ്പിച്ചു തരണം. ഇസ്ലാം യുദ്ധമാണ് എന്ന് പറയുന്നവരെ എല്ലാ യുദ്ധത്തിലും കൂടെ ആവശ്യമായി ജീവനഷ്ടം സംഭവിച്ചത്. അതോ എന്തിന്? പ്രതിരോധത്തിന്, സംരക്ഷണത്തിന്. ജനങ്ങളുടെ ജീവൻ അപകടത്തിലായപ്പോൾ അതിനാ തബൂക്കിലേക്ക് യാത്ര ചെയ്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 700 കിലോമീറ്റർ വരും മദീനയിൽ നിന്ന് മാത്രം.
ഫ്ലൈറ്റിന് 1.5 മണിക്കൂർ തബൂക്കിന്ന് ജിദ്ദയിലേക്ക് 1.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ഉണ്ട്. ആ ദൂരമാണ് പുണ്യനബി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? റോമക്കാർ മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ. അവർ മദീനയെ ആക്രമിച്ചാൽ ആ നാട് ചുട്ടെരിഞ്ഞു പോവില്ലേ? അവിടെ നിരപരാധികളായ പെണ്ണുങ്ങളില്ലേ, പ്രായമുള്ളവരില്ലേ, കുട്ടികളില്ലേ? അതിന് പ്രതിരോധിക്കാൻ പോയത് ഹിജാസിന്റെ അങ്ങറ്റത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ, ഉഹദ്, ഖന്തഖ് ഒക്കെ ആലോചിക്കും. എല്ലാം കൂടെ മരിച്ചത് 1200 ഉള്ളൂ. എന്നാൽ ഇന്ന് ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന യുദ്ധങ്ങളാണ്. അതൊക്കെ യുദ്ധം എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. തങ്ങളുടെ കാലത്തുള്ള നമ്മൾ പറയാണ് യുദ്ധം എന്ന് പറയാൻ, പേര് പറയാൻ മാത്രമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ മുസ്ലിങ്ങളെങ്കിലും മനസ്സിലാക്കണം. നമ്മളെയൊക്കെ ഇത് യുദ്ധം തന്നെ കേൾക്കൂലേ? ബദർ, ഉഹദ്, ഖന്തഖ് എന്നൊക്കെ കേൾക്കും. നമുക്ക് തോന്നുന്നു ഭയങ്കര യുദ്ധത്തിൻ്റെ മത. അല്ല, സ്നേഹവും കാരുണ്യവും സഹായവും ഒരുപാട് വാരിക്കൊടുത്ത മണ്ണാണ് മദീനയുടെ മണ്ണ്. പക്ഷെ അത് കഴിഞ്ഞു പോയില്ലേ? ചരിത്ര അവശിഷ്ടങ്ങൾ നോക്കുമ്പോൾ യുദ്ധങ്ങളും കോട്ടകളൊക്കെ കാണാണ്ടാവുള്ളൂ. മ്യൂസിയങ്ങളിൽ ചെന്നാൽ ഏത് മ്യൂസിയത്തിലും യുദ്ധത്തിന്റെ ആയുധങ്ങളെ കാണാൻ കഴിയൂ. സമാധാനം, സ്നേഹം കൊടുത്തത് കാണാൻ കഴിയില്ല, കഴിഞ്ഞു പോയില്ലേ? പക്ഷെ ഇസ്ലാം നൽകിയ സംരക്ഷണവും സമാധാനവും കാരുണ്യവും ദയാവായ്പകളും അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. 10,000 സഹാബിമാര് ബാക്കിൽ നിൽക്കുമ്പോഴാണ് നബി തങ്ങൾ ഖുറൈശികളോട് ചോദിച്ചത്, മാ ദന്നുക്കും അന്നി ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇസ്ലാം ക്രൂരതയാണെന്ന് പറയുന്ന സാധുക്കളോട് ചോദിക്കുകയാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? അപ്പൊ എന്താ അവര് പറഞ്ഞത്? അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം. മുഹമ്മദ് നബിയെ, നിങ്ങൾ മാന്യനായ ഒരു സഹോദരനാണ്, മാന്യനായ ഒരാളിന്റെ മോനാണ്. പക്ഷെ ആ വാക്ക് ആ ദിവസം വരെ അവർ പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിച്ചോ, ഇതെന്ത് നിങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നോ? എന്നെ വിശ്വസിച്ചവരെ, പാവപ്പെട്ടവരെ നിങ്ങൾ ചുട്ടുകൊന്നില്ലേ? എന്നെ വിശ്വസിച്ച അനുയായികളെ നിങ്ങൾ പൊരിഞ്ഞ വെയിലത്ത് നെഞ്ചത്ത് കല്ല് വെച്ച് വലിച്ചു കൊണ്ടുപോയില്ലേ? തങ്ങളതൊന്നും അവരോട് ചോദിച്ചില്ല. ഒറ്റ വാക്കാ പറഞ്ഞത്, ഇദ്ഹബൂ അൻതുമുത്തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. നിങ്ങളോട് ഒരു പ്രതികാരവും ഞാൻ ചോദിക്കണില്ല, പൊയ്ക്കോളി എന്ന് പറയാൻ. നിങ്ങൾ എനിക്ക് ഉപദ്രവം ചെയ്തവരാണ്. ആ ഉപദ്രവം ചെയ്ത നിങ്ങളോട് തിരിച്ചു ഒരു ഉപദ്രവമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ സുരക്ഷിതരാൻ, പൊയ്ക്കോളൂ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് പറഞ്ഞ പുണ്യ നബിയെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം യുദ്ധ എന്നൊക്കെ പറയുമ്പോഴേ 1200-ലേറെ വരുന്ന 2000 സ്വഹാബിമാർ കൂടെയുണ്ട് നബി തങ്ങളുടെ. ഹുദൈബിയ സന്ധി വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ? നിങ്ങൾ എന്താണത് കാണാത്തത്? ഞങ്ങൾ യുദ്ധത്തിന് ഒരുക്കമാണ് നബിയെ എന്ന് പറഞ്ഞ അനുയായികളോട്, നിങ്ങൾ യുദ്ധത്തിനല്ല ഒരുങ്ങേണ്ടത്, ക്ഷമിക്കാൻ ഒരുങ്ങിക്കോളൂ. നമ്മൾ മാപ്പ് കൊടുക്കാൻ, നമ്മൾ ക്ഷമിക്കുകയാണ്, നമ്മൾ മദീനത്തേക്ക് തിരിച്ചു പോവുകയാണ്. സ്വഹാബിമാർ വിഷമിച്ചില്ലേ? മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ നടന്നു വന്ന് മക്കങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ട്. അവിടേക്ക് കടക്കാൻ വിടാതെ മക്കക്കാരായ നാട്ടുകാരെ, മക്കയിൽ അവിശ്വാസികൾ മുഹാജിറുകളായ മുസ്ലിമീങ്ങളെ തിരിച്ചു പറഞ്ഞയച്ചപ്പോ പുണ്യനിബിതങ്ങൾ വേദനിച്ചിട്ടുണ്ട്. പക്ഷേ നിബിതങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ നമ്മൾ കാണണം. സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത 2 വിഭാഗം ആളുകൾ ലോകത്ത് വരാൻ പോകുന്നുണ്ട്. ഖൗമുൻ മഅഹും സിയാത്തുൻ കാദിനാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അടിക്കുന്ന നിയമപാലകന്മാർ. ഞാൻ അവരെ കണ്ടിട്ടില്ല. പൊതുജനങ്ങളെ ഇങ്ങനെ പരാക്രമങ്ങൾ അഴിച്ചുവിടുന്നത്, നിരപരാധികളെ അടിക്കുന്നത്, ദേഹോപദ്രവം ചെയ്യുന്നത് നരകം കിട്ടാൻ കാരണമാണ്. അതുകൊണ്ട് അവർ നരകത്തിലാണ്. ഞാൻ അവരെ കണ്ടില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ അടിമയെ, എന്തോ എനിക്ക് ആ അടിമയോട് ദേഷ്യം വന്നപ്പോൾ അടിമയെ അടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചാട്ടവാറെടുത്ത് ഇങ്ങനെ കൈ പൊക്കിപ്പിടിച്ച് അടിക്കാൻ ഓങ്ങുമ്പോഴാണ് അബാ മസ്ഊദ്,
എന്റെ പിറകിൽ നിന്നൊരാൾ വിളിക്കുന്നു, അബൂ മസ്ഊദേ. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ലോകത്തിന്റെ ഗുരുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മസ്ഊദേ, പാവമായ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വന്ന അടിമയെ നിങ്ങൾ അടിക്കുകയാണോ? അറിയണേ അബൂ മസ്ഊദ്, ഇയാളുടെ മേലെ കൈവക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമ്പോൾ അറിയണമേ, അല്ലാഹു നിങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്. ഇതുപോലെ നിങ്ങളെ ചാട്ടവാറ് കൊണ്ടടിക്കാൻ അല്ലാഹുവിന് കഴിയും. അബൂ മസ്ഊദ് കയ്യിന്ന് ചാട്ടവാറ് താഴെ വീണുപോയി, വിറക്കാൻ തുടങ്ങി. മനുഷ്യന്മാരടിക്കാണോ ഇത് ചോദിച്ച നബിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടിമ മുസ്ലിം പോലുമായിരുന്നില്ല. അതദരിബുഹു, നിങ്ങൾ അടിക്കാണോ ആ മനുഷ്യനെ? അബൂ മസ്ഊദേ, നിങ്ങൾ അറിയണമേ, ഇയാളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുള്ള പോലെ നിങ്ങളുടെ മേൽ അല്ലാഹുവിന് അധികാരമുണ്ട് കേട്ടോ. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ ചെയ്യില്ല നബിയേ. അതിനൊക്കെ പകരം ഈ അടിമയെ ഞാൻ നിരുപാധികം സ്വാതന്ത്ര്യം കൊടുത്ത് സ്വതന്ത്രനാക്കി വിട്ടാൽ മതിയോ? യാ റസൂലല്ലാഹ്, ഞാൻ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കട്ടെയോ നബിയേ? ഒരു പൈസ പോലും പകരം വാങ്ങാതെ ഞാൻ അയാളെ സ്വതന്ത്രനായി വിട്ടേക്കാം നബിയേ. അബൂ മസ്ഊദേ, ചെയ്തോളൂ, അത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകത്തിന്റെ തീജ്വാലകൾ നിങ്ങളെ കയറി പിടിക്കുമെന്ന് മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ നബി. ഒരു ഭർത്താവും ഒരു ഭാര്യയെ അടിക്കരുത്, ഭാര്യ ഇങ്ങോട്ടും അടിക്കരുത്. ഒരു വാപ്പയും മക്കളെയും അടിക്കുകയാണെങ്കിൽ പോലും ശിക്ഷണം നടത്തേണ്ടത് 7 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലുള്ള കാലമാണ്. ആ കാലത്താണ് അദബ് പഠിപ്പിക്കേണ്ടത്. ആ സമയത്ത് പോലും ദേഹത്ത് മുറിവ് വരുന്ന അടിയോ ചോരൊലിക്കുന്ന അടിയോ മക്കൾ അടിക്കുകയും വരുത്. മാ ضرب رسول الله صلى الله عليه وسلم بيده احدا قط. ഒരു വേലക്കാരനെയോ അവിടുത്തെ ഭാര്യയെയോ അടിമയെയോ ഒരാളെയും പുണ്യനബി കൈകൊണ്ടടിച്ചിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നരകത്തിലേക്ക് വീഴുന്നവരെന്ന് നബി തങ്ങൾ പറഞ്ഞത്, പൊതുജനങ്ങളെ നിയമത്തിന്റെ ആ ഓരം പിടിച്ചു നിന്നുകൊണ്ട് പൊതുജനങ്ങളെ, സാധാരണക്കാരെ, പാവപ്പെട്ട ആളുകളെ, അത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ അതൊന്നും അവിടെ വിഷയമല്ല. മനുഷ്യനായി ജനിച്ചവനാണോ ഒരു മനുഷ്യനെ നിരുപാധികം പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന സർവ്വ നിയമപാലകന്മാരും സിൻഫാനി ഫിന്നാർ, നരകത്തിലാണ്. ഇതാണ് ലോക റസൂൽ അന്ത്യ റസൂലിന്റെ പ്രഖ്യാപനം. മനുഷ്യരടിക്കരുത്. പിന്നെണ്ടോ കൊലപാതകം, പിന്നെണ്ടോ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? ചെയ്യാൻ പാടില്ല. ഞാൻ കണ്ടിട്ടില്ലാത്തവരാണിവർ എന്നാൽ നിങ്ങൾക്ക് ഇവരെ കാണാൻ കഴിയും. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, സത്യമായി പുലർന്നിട്ടില്ലയോ? പിന്നെ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ കൂടെ വരുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. നിസാഉൻ കാസിയാതുൻ ആരിയാത്ത്, ശരീരത്തിലെ അവയവങ്ങൾ തുടുത്ത് കാണിപ്പിക്കുന്ന വിധം വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണുങ്ങൾ, തൊലിനിറം കാണുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ, ശരീരം മുഴുവനായി മറക്കാത്ത പെണ്ണുങ്ങൾ, പുരുഷന്മാരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന വിധം വസ്ത്രധാരണം ചെയ്യുന്നവർ, അത്തരം പെണ്ണുങ്ങളും എൻ്റെ ഉമ്മത്തിൽ ഞാൻ കണ്ടില്ല. എന്നാൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരിൽ അവർ വരും. വേഷവിധാനങ്ങൾ, ടൈറ്റ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഹോർമോൺ പ്രവർത്തനങ്ങൾ, മനുഷ്യരാണ്, തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ വരും. നിങ്ങളങ്ങനെ നടക്കരുതേ എന്ന് പുണ്യനബി പറയാം പെണ്ണുങ്ങളോട്. കണ്ണ് ചിമ്മണേ എന്ന് ആണുങ്ങളോട്. ഇത് രണ്ടും ഇവിടെ നടന്നാൽ ഇവിടെ ഒരു കിഡ്നാപ്പ് ഉണ്ടാലോ ഒരു റേപ്പ് ഉണ്ടാലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ തിന്മ വേണമെന്ന് വിചാരിച്ച് നടന്നാൽ പിന്നെ എന്ത് ചെയ്യും?
ആരിയാത്ത്, നഗ്നകളായ പെണ്ണുങ്ങളെ കാണാൻ കഴിയും. എന്താ ഇന്നർവെയറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണിക്കുന്ന നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന വലിയ വലിയ പരസ്യ ഫലങ്ങൾ, പൂത്തുപോലെ വളർന്ന പെണ്ണും ആണും ഒക്കെയാണ് ട്രൗസറും ഷെഡിട്ടിട്ട് നിൽക്കുന്നത് പോസ്റ്റിൽ ഫ്രെയിം ചെയ്തിട്ട്. എന്നിട്ട് അതിന് കാശ് വാങ്ങുക, പരസ്യത്തിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് പോകുന്ന ബൈക്കാരും ബസ്സുകാരൊക്കെ ഇങ്ങനെ നോക്കി പോവുക. സുബ്ഹാനല്ലാഹ്. ഒരു ബെഡ്റൂമിൽ പോലും ഭർത്താവിൻ്റെ കൂടെ സ്വകാര്യതയിൽ പോലും ഒരു പെണ്ണ് മടിക്കുന്ന വേഷം പരസ്യ ഫലകങ്ങളിൽ, നമ്മുടെ TV ചാനലുകളുടെ പരസ്യങ്ങളിൽ, ഫിൽമുകളിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടില്ല. നബി തങ്ങൾ പറയാം, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വസ്ത്രമിടാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മായിലാത്തുൻ മുമീലാത്ത്, പുരുഷന്മാരോട് ഇങ്ങോട്ട് കൊഞ്ചിക്കുഴയുന്ന പെണ്ണുങ്ങൾ. മുമീലാത്ത്, തന്നെ ആരെങ്കിലും ഒന്ന് നോക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് പ്രേമിക്കണേ എന്ന് യാചിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ നാണമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം നിങ്ങളുടെ ലജ്ജയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ചാരിത്രശുദ്ധിയാണ്. അത് കളഞ്ഞ് തീരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ എൻ്റെ അഭിമാനം പിച്ച് ചീന്തി കളഞ്ഞല്ലോ, എന്നെ അവൻ പിച്ച് ചീന്തിയല്ലോ. പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവരുടെ തലമുടി മേലോട്ട് കെട്ടിവെച്ച്, ഇപ്പം മഫ്തക ധരിച്ചിട്ടുണ്ട്, സ്കാർഫ് ഉണ്ട്, പക്ഷെ മുടി മേലോട്ട് ഇങ്ങനെ കുടുമയായി വെക്കും മേലെ. എന്നിട്ട് ഒട്ടകം നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പൂഞ്ഞയുള്ള ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ചെരിയുന്ന പോലെ, ആടുന്ന പോലെ, ഹൈ ഹീൽ ചെരുപ്പിട്ട് നടന്നാൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഒരു ചെരുപ്പ് പോലും കണ്ടിട്ടില്ലാത്ത പുണ്യനബി തങ്ങൾ പറയുന്നത് എന്നോർക്കണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. തലമുടി കെട്ടിവെച്ച് നടക്കുമ്പോൾ ആ മുടി ആടുന്ന വിധം ശരീരം ആട്ടിക്കുഴച്ച് നടത്തുന്ന ഒരു തരം പെണ്ണുങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാ യദ്ഖുൽനൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. വലാ യജിദിന റീഹഹാ, അതിൻ്റെ പരിമളം പോലും അവർക്ക് ലഭ്യമല്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഇങ്ങനെ വേഷവിധാനം ചെയ്ത് നല്ലവരായ ചെറുപ്പക്കാരുടെ മനസ്സിനുള്ളിലേക്ക് ഹലാലല്ലാത്ത വിധമുള്ള ചിന്തകൾ, ഹറാമായ ചിന്തകൾ വരുന്ന വിധം വേഷവിധാനത്തിലും നടത്തത്തിലും വർത്തമാനങ്ങളിലും ജാള്യത പോലും കാണിക്കാത്തവർ സിൻഫാനി മിൻ അഹ്ലിന്നാർ, ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്ന പ്രപഞ്ചത്തിന്റെ അസുഖങ്ങൾ എന്ന് നിബിധങ്ങൾ പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്ന് നിബിധങ്ങൾ പറഞ്ഞുപോയി. സ്വദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്. നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ ഇതൊക്കെ. ബൈന യദൈ സ്സാഅതി യദ്ഹറു റിബാ, അന്ത്യനാളിന്റെ മുമ്പ് പലിശയുടെ ഉപയോഗം ധാരാളം നടക്കുന്നത് കാണാൻ കഴിയും. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളടക്കം, ഓട്ടോ ലോണുകളടക്കം, പേഴ്സണൽ ഫൈനാൻസുകളടക്കം പലിശ കൊടുത്തിട്ട് ചെയ്യുന്ന എല്ലാ ഏർപ്പാടുകളും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. വീട് വെക്കാൻ ഒരു സ്ഥലം വാങ്ങിക്കുന്നത് പലിശയ്ക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹം വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാൻ സമയമില്ലാതെ വാങ്ങിച്ചു വെച്ച 5 സെന്റ് ഭൂമി പോലും ബാങ്കിൽ പണയപ്പെടുത്തി പലിശക്ക് പൈസ വാങ്ങിയിട്ട് വീട് പണി തുടങ്ങുകയും അത് പൂർത്തിയാക്കാൻ പിന്നെ വട്ടിപ്പലിശക്ക് വാങ്ങുകയും അത് കഴിഞ്ഞാൽ പലിശയിൽ മുങ്ങിത്തളർന്ന് കിട്ടുന്നതെല്ലാം കൊണ്ടുപോയി കൊടുത്താലും കടം വീട്ടാൻ കഴിയാതെ
പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസം വിടാൻ പോലും കഴിയാതെ എത്ര വീടുകളാണ്, എത്ര വീടിനുള്ളിൽ കിടക്കുന്ന എത്ര ജീവനുകളാണ് ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം വിടാൻ കഴിയാതെ ഈ വീട് എടുത്തുകൊണ്ടു പോകുമോ, ജപ്തി ചെയ്യുമോ? എന്തേ? പലിശയിലുണ്ടാക്കിയതാണ്. വിവാഹം വരുമ്പോ, വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ പൈസ വേണം, നേരെ സ്വർണം കൊണ്ടുപോയി പണയത്തിന്, പലിശക്ക് പൈസ എടുത്തു. ഒരു ഫിൽസ് പോലും നമ്മൾ അടക്കുന്നത് പലിശയാണ്, അല്ലേ? അത് എത്ര റേറ്റ് കുറവുണ്ടെന്ന് നോക്ക് ബാങ്കുകളിൽ. ഏത് ബാങ്കിലാ പലിശ റേറ്റ് കുറവ്? അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. നിങ്ങൾ കുടുങ്ങിയ ഒരവസ്ഥ അത് അള്ളാഹുവിനും നിങ്ങൾക്കേ അറിയുള്ളൂ. ആ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നല്ലാതെ എങ്ങനെ വളരെ കുടുങ്ങുക. അള്ളാഹിനോട് മറുപടി പറഞ്ഞ അള്ളാഹ് എന്നാ ആയിക്കോട്ടെ, കുഴപ്പമില്ല എൻ്റെ അടിമേ എന്ന് റബ്ബ് മറുപടി പറയും. അങ്ങനത്തെ ഒരു കാരണം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലല്ലാതെ ഈ പരിപാടി നമുക്ക് പറ്റൂല. പിന്നെ നമ്മുടെ വീട്ടിലെങ്ങനെ ബർക്കത്തുണ്ടാവുക? നമ്മുടെ മക്കൾ എങ്ങനെ നന്നാവുക? നമ്മളെങ്ങനെ നന്നാവുക? നമ്മുടെ വാഹനങ്ങൾ പലിശയിലാണ് ഓടുന്നത്, അല്ലേ? ഒരു വിഷയമല്ലല്ലോ പണയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാടുകളിലെ പ്രാദേശിക ബാങ്കുകളിലൊക്കെ കിടക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ ആഭരണങ്ങളാണ്. അത് തിരിച്ചെടുക്കണ്ടോ എടുക്കണില്ലേ എന്നല്ല, എടുത്താൽ പിറ്റേന്ന് കൊണ്ടുപോയി വീണ്ടും വെക്കും വലിയ പൈസക്ക്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് ഇതൊരു ഹരമാണ്. ബാങ്കിക്ക് കൊടുക്കാൻ ഞാൻ സമാധാനാവില്ല. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തിന്നൂടെ ആ പൈസ? എന്തിനാ പലിശ? 10 ലക്ഷം എടുത്ത ആൾ 30-40 ലക്ഷം അടച്ചിട്ടാണ് പിന്നെ തീരുന്നത്. കടം പരസ്പരം, മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം കടം കൊടുത്ത് സഹായിക്കണമെന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. കടം വാങ്ങിക്കല്ലേ ഇതൊക്കെ. സഹായിക്കാൻ പറ്റുന്ന മുതലാളിമാർ സഹായിക്കണം, പക്ഷേ വാങ്ങുന്ന ആളുകൾ തിരിച്ചടക്കണം. വഞ്ചിക്കരുത്. ഇവര് തന്നിട്ടില്ല എന്ന് പറയരുത്, വാങ്ങിയിട്ടില്ല എന്ന് പറയരുത്, നിഷേധിക്കരുത്. സമയമായി തിരിച്ചു കൊടുക്കണം. അത് ചെയ്യാതിരിക്കുമ്പോൾ മുതലാളിമാർ കൊടുക്കാതെയാവും. കാരണം അവൻ തിരിച്ചു തരൂല, മനുഷ്യന്മാർ വാങ്ങിച്ചു പോവും. എത്ര ആളുകളുണ്ട് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എൻ്റെ വിഷമം തീരുമല്ലോ എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്, എത്ര ആളുകൾ. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ടായിരുന്നു. സഹായിച്ചു കൊടുത്തത്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടണമേ. ഈ ലോകം അല്ലാഹു നശിപ്പിക്കാൻ കാരണമാകുമ്പോൾ അല്ലാഹു പ്രപഞ്ചത്തിന് വരുത്തിവെക്കുന്ന ജനങ്ങളാൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇത് നിങ്ങൾ നിർത്തിയാൽ പ്രപഞ്ചത്തിന് ആയുസ് വീണ്ടും കൂടും. അതതിനർത്ഥം. ഇത് നിങ്ങളുടെ കർമ്മങ്ങളാണ് ഈ ഭൂമിയെ നശിപ്പിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിക്കുന്നത്. വ്യഭിചാരം വർദ്ധിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൽഹർ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രത്യക്ഷമാവുക. ജനങ്ങൾ ഒരുപാട് വ്യഭിചരിക്കും എന്നതിനർത്ഥമുണ്ട്. പക്ഷെ ആ വാക്കർത്ഥം എന്താ? വ്യഭിചാരം വ്യക്തമായി പച്ചയിൽ കാണാൻ പറ്റുന്ന കാലം. അത് മൊബൈലും പിടിച്ച് നോക്കിയിരിക്കുകയാണ്, കമ്പ്യൂട്ടർ തുറന്ന് കണ്ടിരിക്കുകയാണ്, ചാനലുകൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. യൽഹറു സിന, പച്ച വ്യഭിചാരം. വ്യഭിചാരത്തിന് കാശ് കൊടുത്ത് ഫിലിം ചെയ്ത് അഭിനയിച്ച് മനുഷ്യരെ മുഴുവൻ ലൈംഗിക രോഗികളാക്കി മാറ്റിയ ഈ മഹാദുരന്തമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും ഏറ്റവും വലിയ വിപത്ത് എന്ന് പണ്ഡിതന്മാർ പറയാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിപത്തതാണ്. നമ്മുടെ മക്കള് എളിയ പ്രായത്തിൽ ഒരാണും ഒരു പെണ്ണും കുടുംബജീവിതത്തിൽ നയിക്കുന്ന സമയത്തുണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങൾ കൊച്ചുമക്കൾ കാണാൻ അവസരം ഉണ്ടാവും. എത്ര ഇതിലും വലിയ നാണക്കേടെന്താ? നമ്മുടെ സ്കൂളുകൾ അങ്ങനെ ആയിപ്പോയില്ലേ? നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെ ആയില്ലേ? നമ്മുടെ വീടുകളിൽ അങ്ങനെ ആയില്ലേ? ഒരു മനുഷ്യന്റെ സ്വകാര്യതയാന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് ഈ പച്ചയായ വ്യഭിചാരം നോക്കിയിരിക്കുക. വ്യഭിചാരം കാണാൻ എത്ര തിന്മയാണ്. നിങ്ങളിൽ മഹർ കൊടുക്കാനും ഒരു പെണ്ണിന് ചെലവ് കൊടുക്കാനും കഴിയുന്നവർ വിവാഹം ചെയ്യണമേ. വമല്ലം യസ്തതി, നിങ്ങൾക്കതിനായിട്ടില്ല, നിങ്ങൾ പഠിക്കുകയാണ്, വിദ്യാർത്ഥികളാണ്, ജോലിയായില്ല, ദാരിദ്ര്യമാണ്, മഹർ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, നിങ്ങൾ ഇടക്കിടക്ക് നോമ്പനുഷ്ഠാനം ചെയ്യണമേ. വെറുതെ പട്ടിണിയെടുക്കല്ല. നോമ്പ് അല്ലാഹുവിനോടുള്ള അനുസരണയാണ്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്തയിൽ നിങ്ങൾ അല്ലാഹുവിന് നോമ്പെടുക്കണേ കഴിയുന്ന സമയങ്ങളിലൊക്കെ.
ഒരു മനുഷ്യന്റെ ലൈംഗിക ശമനത്തിന് അത് ഉപകാരപ്പെടും. എന്നാൽ പോലും നിങ്ങൾ വ്യഭിചാരം നോക്കരുതേ, വ്യഭിചാരത്തിലേക്ക് പോകരുതേ എന്ന് ആണിനോടും പെണ്ണിനോടും പുണ്യ റസൂലല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയദ്ഹറു സിനാ, വ്യഭിചാരം പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്, അത് ഇത്രയും കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണത്. മുസ്ലിം എന്നല്ല, മുസ്ലിം എന്നല്ല, മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ലൈംഗികത ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. സർവശക്തനായ അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും എല്ലാ മനുഷ്യരെയും റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രപഞ്ചത്തിൽ നമ്മൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ, ഒരു മാസം അവസാനിക്കുമ്പോൾ, ആരംഭിക്കുമ്പോഴൊക്കെ നമ്മുടെ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന പോലെ ഈ പ്രപഞ്ചവും അതിൻ്റെ മരണത്തിലേക്ക് നടന്നെടുക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറയുന്ന ചില അടയാളങ്ങളാണ് നമ്മൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിർ. വ്യഭിചാരം സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വൽഹരീർ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രങ്ങൾ പാടില്ലാത്തതാണ്, ഹറാമാണ്. എന്നാൽ അത് പുരുഷന്മാർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന കാലം വരും. വൽ ഖംർ, മദ്യപാനം പറ്റുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, അത് കേൾക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ജായിസാണ് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ അന്ത്യനാളിന്റെ മുമ്പ് വരുന്ന വിപത്തുകളാണെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നമുക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് ദീനാണ്. മാപ്പിളപ്പാട്ടാണെങ്കിലും സ്വലാത്ത് പാട്ടാണെങ്കിലും അതിൽ മ്യൂസിക് വെച്ചൂടാ, ദഫ് വെക്കാം, മ്യൂസിക് പറ്റൂല എന്നാണ്. അപ്പോൾ നല്ല പാട്ടല്ലേ, നല്ല മാപ്പിളപ്പാട്ടല്ലേ, എനിക്കത് വലിയ ഇഷ്ടമാണ്, ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായിക്കോട്ടെ, എനിക്കും ഇഷ്ടമായിരിക്കാം. പക്ഷെ അള്ളാഹു ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷയം അവിടെ തീരണ്ടേ? പിന്നെ ബാക്കി പാട്ടിൻ്റെ കാര്യം എന്താ പറയാനുള്ളത്? ഇത് ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. ഹറാമെന്ന് പറയുമ്പോൾ അത് മുമ്പ് വ്യത്യസ്ത അഭിപ്രായം, മുമ്പ് അങ്ങനെ പണ്ടും മുമ്പും അങ്ങനെയൊക്കെ പറയും. പിന്നെ അതുണ്ടാവുക, ആ പറഞ്ഞത് ബാത്തിലാക്കും. അത് ദീനാണ്. എൻ്റെ ഇഷ്ടമല്ല ഞാൻ പറയണത്, പുണ്യ നബി പഠിപ്പിച്ചു തന്നത് മാത്രമേ ഞാൻ പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാർ, നമുക്കൊക്കെ ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് പാട്ട് വെച്ചെടുത്ത് നോക്കി, 2 വയസ്സുള്ള കുട്ടികൾ നിന്ന് ഡാൻസ് ചെയ്യും, ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. മ്യൂസിക് പ്ലേ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു റിതം നമ്മുടെ മൈൻഡിൽ വരും. കുട്ടികൾ, ചെറിയ മക്കളെ കണ്ട് നല്ല ഡാൻസ് ചെയ്യുന്ന ചെറിയ കുട്ടികളൊക്കെ, അവർക്ക് പിന്നെ അതൊന്നും അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. പക്ഷേ നമ്മൾ വലിയൊരു മുതിർന്ന ആളുകൾ അങ്ങനെയല്ല. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ, മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ മൻ യസ്തഹില്ലൂനൽ ഹിറ യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം കുഴപ്പമില്ലെന്നും, വൽ ഹരീറ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രങ്ങൾ കുഴപ്പമില്ലെന്നും, വൽ ഖംറ, മദ്യപാനം കുഴപ്പമില്ലെന്നും, വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോ കേൾക്കുന്നതോ കുഴപ്പമില്ലെന്ന് ഫത്വ നൽകുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസാണിത്. എത്ര പ്രബലമായ ആശയമാണ് നൽകുന്നത്. ഇതൊന്നും വ്യാഖ്യാനിക്കാനൊന്നുമില്ല, ആ പറഞ്ഞ തന്നെ. പക്ഷെ നമുക്ക് ഇഷ്ടമായിരിക്കാം. ഒന്ന് കൺട്രോൾ ചെയ്യാം, മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവന്നിട്ട് വേഗം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യാം. പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. വേഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, കുറച്ചവൻ എനിക്കൊന്നും വേണ്ട റബ്ബേ, എന്ത് കുറേ ഇങ്ങനെ ചാടിക്കളി കേട്ടിട്ട്. ഓരോ സെക്കൻഡും മലക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. ഇന്നഹാ സതഅതി അലന്നാസി സിനൂന ഖദ്ദാഅ യുസദ്ദഖു ഫീഹൽ കാദിബ്, വഞ്ചനയുടെ ഒരു കാലഘട്ടം വരും. സത്യം പറഞ്ഞാൽ അയാൾ പറയുന്നത് നുണയാണ് എന്ന് പറയും. വയുകദ്ദബു ഫീഹ സ്വാദിഖ്
യുസദ്ദഖു ഫീഹൽ കാദിബ്, നുണ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയും. ആള് നുണയായിരിക്കും പറയുണ്ടാവുക, പക്ഷേ അതാണ് സത്യം എന്ന് ആളുകൾ അങ്ങ് പറയും. സത്യം പറയുന്ന ആണിനെ പെണ്ണിനെ വിശ്വസിക്കാൻ ആളുകളെ കിട്ടൂല. നല്ല വാക്ക് സാമർത്ഥ്യമുള്ള പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങളുണ്ടാവും. പച്ച നുണ പറയും. സംഭവിക്കാത്തത് സംഭവിച്ച പോലെ പറയാൻ കഴിയുന്ന വിരുദ്ധന്മാരും വിരുദ്ധത്തികളും ഉണ്ട്, അല്ലേ? അപ്പൊ ഉമ്മ പറയും, ഓള് പറഞ്ഞത് ആ കാര്യം എന്നാണ്. ഉമ്മക്ക് അറിയണ്ട, ഉമ്മാര് വളവത്തിയാന്ന് ഉമ്മക്ക് അറിയുന്നുണ്ടാവില്ല. അല്ല, ഇങ്ങനത്തെ വളവനാണ് ഇവനെന്ന് ഉമ്മാക്കും അറിയുന്നുണ്ടാവില്ല. പച്ച നുണ പറയും, അത് വിശ്വസിക്കേണ്ടി വരും. ഇപ്പുറത്ത് സത്യം ഇല്ലമ്മ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറയും. സത്യം പറയുന്നവനെ നുണയാണ് പറയുന്നതെന്നും നുണ പറയുന്നത് സത്യമാണെന്നും വിശ്വസിക്കുന്ന ഒരു കാലം. വിശ്വസിക്കപ്പെടേണ്ട അമീനായ സത്യസന്ധനായ ആളുകൾ പറയുന്നത് കളവാണ് എന്ന് പറയും. ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത, അറിവില്ലാത്ത, വിവരമില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ഉമ്മത്തിന്റെ പൊതു വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കും. ചാനൽ ചർച്ചകളിൽ പോയിരിക്കും. ഒരു വിവരവും അവർക്കുണ്ടാവില്ല ഉമ്മത്തിന്റെ നിലപാടുകളെ കുറിച്ച്. അവരാണ് പറയാ, മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. അവര് ചോദിച്ചു, നബിയെ, ആരാണ് ഈ റുവൈബിള? അസ്സഫീഹു യതകല്ലമു ഫീ അംറിൽ ആമ്മ, പൊതുജനങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ. അവർക്ക് വാട്സപ്പും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാവും, അതിലൊക്കെ അങ്ങോട്ട് എഴുതി വിടും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതന്നെ സത്യം എന്ന്. ആലിമീങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. ആലിമീങ്ങളെ ചെവിക്കൊള്ളാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. ഇത് അന്ത്യനാളിന്റെ അസുഖങ്ങളിലുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്ന ബൈന യദൈ സ്സാഅതി തസ്ലീമുൽ ഖാസ്സ, ഒരു അപകടം വരാനുണ്ട്. നിങ്ങളിൽ ചില ആളുകൾ സ്വന്തം ഗ്രൂപ്പുകാരോട് മാത്രം സലാം പറയുന്ന ഒരു കാലം വരും. തസ്ലീമുൽ ഖാസ്വ, സ്വന്തം ഗ്രൂപ്പ് പേര് പറഞ്ഞാലേ മടക്കുള്ളൂ, അല്ലെങ്കിൽ മടക്കൂല, അല്ലെ അറിയാം. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. ഒക്കെ സുന്നികളായിരിക്കും, അഹ്ലു സുന്നത്തിന്റെ ആൾക്കാരായിരിക്കും, എൻ്റെ പാർട്ടിയല്ല. അവ സലാം പറയണ്ട, മിണ്ടാണ്ട് അങ്ങോട്ട് പോവും. സലാം പറഞ്ഞാൽ മടക്കില്ല. ഇന്ന ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമുൽ ഖാസ്വ, സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന കാലം. മുഅ്മിനീങ്ങളോട് സലാം പറയേണ്ടിടത്ത് അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയണേ എന്ന് പറഞ്ഞിടത്ത് അറിയുന്ന സ്വന്തം പാർട്ടിക്കാരോട് മാത്രം സലാം പറയുന്ന കാലം. ബിസിനസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, കച്ചവടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എല്ലായിടത്തും കച്ചവടങ്ങൾ. വയലാണെങ്കിൽ അവിടെയും കച്ചവടം ഉണ്ടാവും, ഉറൂസാണെങ്കിലും അവിടെയും കച്ചവടക്കാരെ പിന്നെ അതൊക്കെ നിയന്ത്രിക്കാം. അപ്പോൾ പിന്നെ കമ്മിറ്റിക്കാർ പറയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടണില്ല എന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ മാറി പിന്നെ അതിന് പല പേരും വിളിക്കേണ്ടി വരും. ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്പിംഗ് ഏരിയകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അത് വ്യാപിക്കുന്നു. ഞാൻ ആലോചിക്കും, ഇപ്പോൾ ആമസോൺ ആവട്ടെ, നമ്മുടെ ഓൺലൈൻ ബിസിനസ്സുകളാവട്ടെ, ഓൺലൈൻ ഡെലിവറി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണില്ലേ? ഇതൊക്കെ ഭയങ്കരമായ, എന്താണ് പറയാ, പെരീക്ക് ഉത്തരം ഇങ്ങനെ നെക്കിയാൽ സാധനം വീട്ടിലേക്ക് എത്തുക നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ആ ദിവസം. കച്ചവടം ഇങ്ങനെ വ്യാപിക്കുന്നു. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. അന്ന് മക്ക എന്ന നാട്ടിൽ നിന്ന് കച്ചവടം കഴിഞ്ഞാൽ അടുത്തൊരു അങ്ങാടി കിട്ടണമെങ്കിൽ മദീന വരണം. അത് ഫ്രാങ്കിൻസെൻസ് റൂട്ടാണ്, കുന്തിരിക്കപ്പാത എന്ന് പറയും. യമനിൽ നിന്ന് പുകപ്പിക്കുന്ന കുന്തിരിക്കണ്ടല്ലോ, ബഹൂർ, ഒരു മരത്തിന്റെ കറയാണത്. ഒമാനിലുള്ളവർക്ക് അറിയാൻ പറ്റും. ലുബാൻ എന്ന് പറയുന്ന, അത് കച്ചവടം ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ നബിതങ്ങളൊക്കെ കൊച്ചുനാളിൽ സിറിയയിലേക്ക് പോയത്. അപ്പൊ അങ്ങാടികളുടെ ഡിസ്റ്റൻസ് നോക്കണേ. മക്ക കഴിഞ്ഞാൽ അടുത്ത സിറ്റി മദീനയാണ്. ബദർ വരും. അപ്പൊ ഒരു 300-350 കിലോമീറ്റർ ആയി.
ബദർ കഴിഞ്ഞാൽ പിന്നെ ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞാൽ മദീന, മദീന കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞാൽ ഖൈബർ, ഖൈബർ കഴിഞ്ഞ് വീണ്ടും ഒരു 250 കിലോമീറ്റർ പോയാൽ ഏകദേശം കേട്ടോ തൈമ എന്ന് വീണ്ടും ഒരു 200-250 കിലോമീറ്ററിനകത്ത് തബൂക്ക്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് വീണ്ടും കുറച്ചുകൊണ്ട് പോയ ഹഖില്, പിന്നെ അങ്ങോട്ട് ഹായില്, ഇങ്ങനെ 100 കണക്കിന് കിലോമീറ്ററുടെ വ്യത്യാസം. നിബിതങ്ങൾ പറഞ്ഞു ഫുശൂ തിജാറ, കച്ചവടം വ്യാപിക്കുമെന്ന് മാത്രമല്ല പെണ്ണുങ്ങൾ വരെ കച്ചവടത്തിലേക്ക് ഇറങ്ങും. ഹത്താ തുഈനൽ മർഅതു സൗജഹാ അല തിജാറ, കച്ചവടം നടത്താൻ വേണ്ടി പെൺകുട്ടികൾ ഷോപ്പുകളിലേക്ക് വന്നിരിക്കും. ഷോപ്പിംഗ് മാളുകളിൽ, ട്രേഡ് സെന്ററുകളിൽ സെയിൽസ് പേഴ്സൺസ് ആയിട്ട് പെൺകുട്ടികൾ. സ്വദഖത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന അവസ്ഥകൾ വരും. കുടുംബത്തിൽ മറ്റുള്ള ആളിനോട് ഒരാളോട് സംശയം വരുന്നു. അവൻ എനിക്കെതിരെ മാരണം ചെയ്തിട്ടുണ്ടോ, സിഹ്ർ ചെയ്തിട്ടുണ്ടോ? കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റപ്പെടുകയാണ്. ഇളാപ്പ മൂത്താപ്പയുടെ മക്കൾ പരസ്പരം മിണ്ടാതെയാകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണക്കമാകുന്നു. പച്ചയായ നുണ പറഞ്ഞ് വല്ലാഹി പറയുന്ന കാലം വരും. പറയുന്നത് നുണയാണ്, എന്നാലും 100 വല്ലാഹി കൂടെ പറയും. അല്ലാഹനെ സാക്ഷി നിർത്തി പച്ച നുണ പറയുന്ന കാലം. ഒരു കാര്യം നേർക്കുനേരെ കണ്ട സാക്ഷിയായ ഒരാൾ ഞാനത് കണ്ടില്ല എന്ന് പറയും. അയാൾ കണ്ട ആളാണ്, അവൾ കണ്ടവളാണ്. അവൾ കോടതിക്ക് മുമ്പിൽ വിധി പറയുമ്പോൾ സാക്ഷി പറയേണ്ട ആളാണ്. എന്നാൽ അവർ സത്യസാക്ഷ്യം മൂടിവെക്കുകയും കള്ളസാക്ഷ്യം പറയുകയും ചെയ്യും. വളുഹൂറുൽ ഖലം, അച്ചടി ഭാഷകൾ, അച്ചടിച്ചു വരുന്ന ബുക്കുകൾ, പേപ്പറുകൾ, മാഗസിനുകൾ, വെബ്സൈറ്റുകൾ, എഴുത്ത് വർദ്ധിക്കുമെന്നാണ് അതിനർത്ഥം. എഴുത്ത് വർദ്ധിക്കും. വാട്സപ്പ് മുതൽ എഴുതന്നെയാണ്. മലയാളമൊക്കെ എഴുതാൻ പറ്റും. ഇംഗ്ലീഷ് എഴുതിയാൽ മലയാളമാവും, മലയാളം എഴുതിയാൽ ഇംഗ്ലീഷ് ആവും. എഴുതന്നെയാണ്. ഫേസ്ബുക്കിൽ കുത്തിറന്ന് അങ്ങനെ എഴുതന്നെ ഓരോരുത്തർ. യാ അല്ലാഹ്, ഫുശുവുൽ ഖലം, എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്കിൽ ചെന്നാൽ അൽ ഉല കേട്ടിട്ടില്ലേ? അൽ ഉലയിലാണ് ഹിജ്ർ ഉള്ളത്. മദായിൻ സ്വാലിഹ് എന്ന് പറയുന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ആളുകൾ, നബത്വികളായ ആളുകൾ താമസിച്ചപ്പോൾ അവരവരുടെ പാറക്കല്ലുകളിൽ എഴുതി വെച്ചത് നമുക്കവിടെ ഇന്ന് ചെന്ന് വായിക്കാൻ കഴിയും. അന്ന് കുറച്ച് പാറക്കല്ലിലൊക്കെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അത് കൊത്തി എഴുതുന്നതുണ്ട്, നേരെ അക്ഷരം കൊത്തിയെടുക്കുന്നതുണ്ട്, ഒരു അക്ഷരം ചാലുപോലെ വെച്ചിട്ട് അങ്ങനെ അതിൽ എഴുതുന്നവരുണ്ട്. പാറകൾ കാണാൻ കഴിയും. അത് കാണാൻ പോകണമെങ്കിൽ 95 റിയാൽ ഫീസ് ഉണ്ട്. അതിന് ടിക്കറ്റ് 95 റിയാലാണ്. ഒരു കാലത്ത് ഫ്രീ ആയിട്ട് കിടന്ന സംഭവമായിരുന്നു. അവിടെ 95. ഇപ്പുറത്ത് മദായിൻ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ജീവിച്ച മലകൾ തുരന്ന അവരുടെ വീടുകളും ഖബറുകളൊക്കെ ഉണ്ട്. അവിടേക്ക് 95 റിയാൽ വേറെയും കൊടുക്കണം. മൊത്തം ഒരു 180-190 റിയാൽ ചിലവുണ്ട്. 2-3 മണിക്കൂർ കാണണമെങ്കിൽ ഇവർക്ക് അന്ന് എഴുതി വെച്ച ലിഖിതങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. യാ അല്ലാഹ്, ഫുശുവുൽ ഖലം. അങ്ങനെ പാറകളിലും തോലുകളിലും എല്ലും കഷ്ണങ്ങളിലും എഴുതി വെച്ചിരുന്നിടത്ത് നിന്നാണ് ഫുശുവുൽ ഖലം, എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യനബി പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ക്രീനിൽ എഴുതുകയാണ്, കമ്പ്യൂട്ടറിൽ എഴുതുകയാണ്, പ്രസ്സുകളിൽ അച്ചടിക്കുകയാണ്. എല്ലാം എഴുത്ത് വായിക്കപ്പെടുന്ന ഒരു ലോകം. അത് മോശമായതുകൊണ്ടല്ല, ഇത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും ഡേഞ്ചറായത് നിബിധങ്ങൾ പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റരുതേ. വലിയ ഫിത്നയാണെന്ന് നാടുകളിൽ, വലിയ ഫിത്നയാണ്. അനങ്ങ സിഹിർ ചെയ്യാം. ഈ സിഹിറിന്റെ പ്രശ്നം എന്താ അറിയോ? 500 റുപ്യ ചിലവാവുള്ളൂ. ഒരു ഉപദ്രവം ഇന്ന ആൾക്ക് ചെയ്യണേ എന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്നതോടുകൂടെ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം പിശാച്ചിനോട് സഹായം ചോദിക്കുകയാണ്. ഈ സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? പിശാച്ചിനെ വിളിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുക. പിശാച്ച് തലയിൽ കയറും. അപ്പോൾ ഉമ്മാക്കാകെ വേദന വരും ദേഹത്ത്. ഇവിടെ വേദന, അപ്പോൾ ആ വേദന ഇങ്ങോട്ട് ഓടും. ആ വേദനയുടെ കാലുക്ക് ഈ മാറുന്ന വേദന
ഡോക്ടർമാർക്ക് പിടിച്ചാൽ കിട്ടൂല. അതുപോലെ നിങ്ങൾ ഉമ്മ കുഴപ്പം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, വെറുതെ തോന്നുമായിരിക്കും എന്നറിയാം. എവിടെ ഉമ്മാക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാവും. എന്തിന്? ഒരു മനുഷ്യനെ ഉപദ്രവിക്കന്നെ. ഇന്ന മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിൽ പെട്ട വൻ പാപമാണ് എന്ത്? അസ്സഹർ. 500 രൂപ ചിലവുള്ളൂ നരകത്തേക്ക് പോയി കിടക്കാൻ. ടിക്കറ്റിൻ്റെ വില 500 രൂപ. ഇത് മാറണമെങ്കിൽ ലക്ഷങ്ങൾ ഇയാൾ ചിലവഴിക്കേണ്ടി വരും. നല്ലൊരു ഉസ്താദിനെ കിട്ടണമെങ്കിൽ, സിഹർ ചെയ്യാത്തൊരു നല്ല മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ കണ്ട് അപ്പം ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുക, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു കൊടുക്കുക എന്നിങ്ങനെ മുപ്പത്തേരിങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് ഇത് വലിയ മുത്തക്കിയായ കറാമത്തായി കാട്ടാൻ പോണത് എവിടെ പച്ച സിഹർ ചെയ്യാണ്. എന്നിട്ട് നിൻ്റെ വല എൻ്റെ കുരുത്തക്കേടാന്ന് പറഞ്ഞിരിക്കുക. ഇസ്ലാമെന്ന് പുറത്തു പോകും പെണ്ണെ ആണേ, അള്ളാനെ സൂക്ഷിച്ചോളൂ. നിങ്ങൾ എന്തിനായി കളിക്കണത് എനിക്കറിയില്ല. ആരും ചെയ്യരുതത്. അള്ള കൊടുത്തൊരു നിഅമത്ത് അസൂയപ്പെടേ. അതിനർത്ഥം എന്താ? നീ ഓൻ്റെ മകനെ ഈ ജോലി കൊടുത്ത് എനിക്ക് പിടിച്ചിട്ടില്ല, നിനക്ക് പിടിക്കാതിരിക്കണം. നീ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഇടപെടല്ലേ? അത് അള്ള തീരുമാനിച്ചു കൊടുത്ത് നിനക്ക് പിടിക്കണമെന്നുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെട്ട് കൊടുക്കൂലേ? അള്ള തിരിച്ചെടുക്കൂലേ? അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇടങ്ങേറാക്കുക. ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ചില ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഉറങ്ങിയ ഉറക്കം വരില്ല, പേടി സ്വപ്നം കണ്ട് എണീറ്റ് ഓടും. അപ്പോൾ എന്താ കടക്കൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ടേ തിരികെ വെച്ചിട്ടുണ്ടാവും, അല്ലെ കട്ടിലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെ വീടിൻ്റെ തറപ്പണി നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ കുഴിച്ചിട്ടുണ്ടാവും വിളവന്മാർ. ഇതൊക്കെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പറഞ്ഞിരുന്നത് ഇവിടെ തുറന്ന സാധനം കിട്ടുമെന്ന് പറയും. ഈ ചെയ്യുന്ന ആൾക്കാരുടെ നഷ്ടം എത്രയാണ് റബ്ബേ. ഇവർ ഖബറിൽ പോയി കിടക്കണ്ടേ? ഇവരുടെ ജനാസ മുസ്ലിം അക്ബറിൽ തന്നെ മറവായണോ? ഇമാതിരി അക്ബറുൽ കബായിർ ചെയ്ത് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ പേടിയായി പോവാൻ. പിശാച്ചിന്റെ ഉപദ്രവം, പിശാച്ചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക, അത് ചെയ്യൽ ഹറാമാണ്. ചെയ്യിപ്പിക്കൽ ഗുരുതരമായ ഹറാമാണ്. ഇതൊക്കെ ചെയ്തവരോട് പോയി മാപ്പ് പറയേണ്ടി വരും. എടീ, ഞാൻ നിനക്കിങ്ങനെ ചെയ്തിരുന്നു കേട്ടോ, എനിക്ക് മാപ്പാക്കി തരണേ, ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ ഒരു രസാന്ന് വിചാരിച്ചു. അതുകൊണ്ട് കണ്ണുനീരൊഴിയുന്ന ഓരോ കണ്ണുനീരിനും അള്ളാഹിൻ്റെ മുമ്പിൽ കണക്ക് പറഞ്ഞ് നിങ്ങളുടെ നന്മകൾ അവരെടുത്ത് വാങ്ങിക്കും നിങ്ങളെടുത്ത്. എന്നിട്ടും തീരൂല. അപ്പം അവരുടെ തെറ്റുകൾ നിങ്ങളുടെ തലയിലേക്ക് അള്ളാഹു ഇട്ടുതരും. സുമ്മ യുർമാ ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് പിടിച്ചൊരു ഏറായിരിക്കുന്ന. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ ഈ പരിപാടി നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. ഈ പരിപാടി ലൈവ് പോകുന്നുണ്ട്, പോയ ലൈവ് ഉണ്ടല്ലേ. ആരെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കേട്ട് നന്നാവുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തിരിച്ചു വരാനൊരവസരമാണ്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളെ. സിഹർ ചെയ്യരുത്, മാരണം ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, അതിന് കൂട്ടുനിൽക്കരുത്, സഹായിക്കരുത്. ഉപദ്രവമാണ്. മനുഷ്യരെ ഉപദ്രവിപ്പിക്കുക, എന്നിട്ട് കണ്ട് സന്തോഷിക്കുക. ഒരാളുടെ ഉപദ്രവം കണ്ട് എന്ത് രാക്ഷസനാണ് ആ മനുഷ്യൻ. ഒരു മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ പെടഞ്ഞ് അസുഖം വന്ന് ബുദ്ധിമുട്ടാവുന്ന കണ്ട് ചിരിക്കേ. നിങ്ങൾ എന്ത് മനുഷ്യനാണോ? നിങ്ങളുടെ കൽബിൽ ഹൃദയം തന്നെയാണോ നെഞ്ചിനുള്ളിലുള്ളത്, അല്ല കല്ലാണോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്, നമ്മുടെ കൂടെയുള്ള ഏത് ജാതിക്കാരനാവട്ടെ, അവർക്കൊരു നന്മ വന്നാൽ അൽഹംദുലില്ലാഹ്, അവര് രക്ഷപ്പെട്ടല്ലോ, ഇതല്ലേ വിചാരിക്കേണ്ടത്. അവർക്കൊരു മകന് ജോലിയായി അൽഹംദുലില്ലാഹ്, ആ കുടുംബം രക്ഷപ്പെട്ടല്ലോ, ഇനി അവരെ നോക്കണ്ടല്ലോ നാട്ടുകാര്, അൽഹംദുലില്ലാഹ്. അവർക്കൊരു വീടായല്ലോ, അൽഹംദുലില്ലാഹ്. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. നമ്മൾ അസൂയയിൽ ജീവിക്കാൻ. നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കാൻ പോകുന്ന ഈ തടിയുമായി നടക്കുമ്പോൾ അസൂയ. അങ്ങനെ വീട്ടുകാരെ കണ്ടുകൂടാതെയാകുന്നു, സംശയമാകുന്നു, പോരാകുന്നു, ദേഷ്യമാകുന്നു, കണ്ടാൽ മിണ്ടാതെയാകുന്നു. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റല്ലേ. നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ നിന്നു കൊടുക്കണേ. നാവുണ്ട് എന്ന് വിചാരിച്ച് ഒരു പ്രശ്നമുണ്ടാകുമ്പോ കയറല്ല വേണ്ടത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ ഉമ്മത്തിനോടുകൂടെ പറയാണ്. ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് എഴുതാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും, മനുഷ്യന്മാരും ഉണ്ടാവും, ഉസ്താദന്മാരുണ്ടാവും, നാടന്മാരുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിത്ന നടക്കുമ്പോൾ, ഒരു കലാപം നടക്കുമ്പോൾ, ഒരു സംഘട്ടനം നടക്കുമ്പോൾ അവിടെ ആയുധം വിൽക്കുന്നത് ഹറാമാണെന്നാണ് മസല.
അങ്ങനെ ഒരു കലാപം ഒരു നാട്ടിൽ നടക്കുമ്പോൾ അവിടെ ആയുധം വിൽക്കുന്നത് കടുത്ത ശിക്ഷയാണ്, ഹറാമാണ്. എന്താ അതിനർത്ഥം? ഒരു വിഷയത്തെ കത്തിക്കൽ ഇവരോടെ അല്ലേ? കൊലപാതകം കൂടൂലേ? ഇതുപോലെ ഉമ്മത്തിന്റെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്ന്, പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാത്തത് കൊണ്ടല്ല. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹുവിന്റെ കനിവോടുകൂടെ നമ്മൾ തരണം ചെയ്യും ബിഇദ്നില്ലാ. പക്ഷേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ കത്തിച്ചു കയറ്റരുത്, ആ പ്രശ്നങ്ങളെ മൂർച്ചയിലേക്ക് കൊണ്ടുപോകരുത്. ഒരുപക്ഷെ നിങ്ങളൊന്ന് മിണ്ടാതിരുന്നാൽ തീരുന്നതായിരിക്കും ഈ വിഷയം, നിങ്ങളൊന്ന് എഴുതാതിരുന്നാൽ ഈ വിഷയം അവസാനിക്കേണ്ടതാണ്. പക്ഷെ അവിടെ നിങ്ങൾ കയറി പറയുകയും എന്തെങ്കിലും കമന്റ് പറയുകയും വേദനിപ്പിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും ചെയ്യുന്നതോടുകൂടെ ഉണങ്ങാനിരിക്കുന്ന മുറിവുകൾ ആഴത്തിൽ നോവുകളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഒരു കലാപം നടക്കുമ്പോൾ ആയുധം വിൽക്കുന്നത് ഹറാമായ പോലെ, ഒരു പ്രതിസന്ധിയിലൂടെ ഉമ്മത്ത് കടന്നു പോകുമ്പോൾ പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും ആക്ഷേപിച്ചുകൊണ്ടും എഴുതുന്നത് ആയുധം വിൽക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അതുകൊണ്ട് മുഅ്മിനെ, പ്രശ്നങ്ങൾ തുടങ്ങി വെക്കാനും കത്തിക്കാനും ആളുകൾ ഒരുപാടുണ്ട്. അത് കെട്ടണക്കാൻ ആളുകൾ ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാകൂ. നല്ലവണ്ണം പാടുപെടേണ്ടി വരും. ഒരു നാട് പരസ്പരം വൈരാഗ്യത്തിലും ശത്രുതയിലും തമ്മിൽ അടിച്ച്, പള്ളിയും മദ്രസയും ഓഹരി വെച്ച്, മഹല്ലുകൾ തമ്മിൽ ജനങ്ങൾ കണ്ടാൽ മിണ്ടാതെ അടിപിടി കൂടി പിരിഞ്ഞു നടക്കാൻ ഒരു മനുഷ്യന്റെ വൃത്തികെട്ട നാവ് മതിയാവും. പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ 1000 നാവുകൾ വന്നാലും സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നങ്ങൾ ഉള്ളിടത്തത് ശാന്തമാക്കാൻ നോക്കി. അൽ ഫിത്നതു മിനശ് ശൈത്വാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിശാചെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എഴുത്തുകൾ എഴുതുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അത്തരം വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുറിവുകളെ ആഴത്തിൽ വീണ്ടും കീറി മുറിക്കുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കണേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മിണ്ടലുകൾ കാരണം ആ മുറിവ് കൂടുതൽ വലുതാവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ വിപത്താണ്. നിങ്ങളുടെ നാവും പേനയും ഒന്ന് പൂട്ടിവെച്ചാൽ തീരുന്ന പ്രശ്നമേ ലോകത്തുണ്ടാകൂ. പക്ഷേ നിങ്ങളതിന് ഒരുങ്ങാതെ കത്തിക്കുകയും ക്ലിപ്പുകൾ ഉണ്ടാക്കുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന്റെ വഹ്ദത്തിനെ, ഒരുമയെ നശിപ്പിച്ചു കളയരുതേ. അല്ലാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ലാഭങ്ങളെക്കാൾ വലുതാണ്. എന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്ന ചില സുഖങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ഉമ്മത്തിന്റെ വഹദത്ത്, ഉമ്മത്തിന്റെ ഒരുമ. അത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാറ്റുലാഭത്തിന്റെ പിന്നാലെയും പോവല്ലേ. അൽ വഹദ, ഒരുമയാണ് യദുല്ലാഹി അലൽ ജമാഅ. നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണേ, അവിടെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകരുത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരരുത്. ഉമ്മമാരെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഒരു മരുമകള് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ നിങ്ങൾ ആലോചിക്കണേ, എനിക്കൊരു മോളാണ് വരുന്നത്, ഒരു മോള്. അവള് നിങ്ങളുടെ ശത്രുവല്ല. എന്താ അങ്ങനെ മനസ്സിലാക്കുന്നത്? ഉമ്മാര് വിചാരിക്കും മക്കള് പെണ്ണെട്ടി, മക്കള് ഭാര്യയെ സ്നേഹിച്ചാൽ പിന്നെ ഉമ്മാനെ സ്നേഹിക്കൂല. ഉമ്മ ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം പോലെ അല്ലല്ലോ. ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ ഭാര്യനെ സ്നേഹിക്കുക. ഉമ്മൻ്റെ സ്നേഹം ഒരു കുട്ടികളെ സ്നേഹിക്കൂലേ? അപ്പോൾ ഉമ്മ തോന്നുന്നു ആ കുട്ടീനെ സ്നേഹിച്ചുകൊണ്ട് ഇനി ഇന്ന ഉമ്മാനോടൊന്നും സ്നേഹം ഉണ്ടാവൂലേ? അങ്ങനെയൊന്നും ഇല്ല ഉമ്മ. കുട്ടികളോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് ഒരു കുറവ് ഇപ്പുറത്ത് വരൂല. ഉമ്മയോട് ഉപ്പയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്, ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്, ജ്യേഷ്ഠനോടും പെങ്ങളോടും ആങ്ങളയോടുള്ള സ്നേഹം വേറെയാ. ഒന്ന് അവിടെ കൊടുത്തു വെച്ച് ഇവിടെ പോകുന്നില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, അവിടെ കൊടുത്ത് അവിടെ പോയല്ലോ. എന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇടങ്ങേറാക്കി ആ കുട്ടിനെ പുറത്താക്കുക, ആ കുട്ടിനെ സങ്കടപ്പെടുത്തുക. എന്നിട്ട് നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കുക, പൊന്നാര പെണ്ണുങ്ങളെ, അമ്മായിമാരെ, എത്ര കൊണ്ടെന്ന് അങ്ങക്ക് വയറെന്നറിയാമെന്ന് പറഞ്ഞേരി. ഒരു സൽക്കാരം നടക്കുമ്പോൾ, ഒരു വീട് പണി നടക്കുമ്പോൾ, ഒരു കുടിരിക്കൽ, നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എത്ര കിട്ടിയാലേ മതി വരിക എന്ന് പറഞ്ഞതാണ്. ലൻ യംല അഫാഹു ഇല്ല തുറാബ്, വായയിലേക്ക് മണ്ണ് വീഴുന്നവരെ നിങ്ങളുടെ ആർത്തി തീരൂല എന്ന് പറഞ്ഞത് ആരാ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കണ്ടോൻ്റെ പുരയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യരുത്? നോക്കി നിൽക്കരുത്.
അവൾ കൊണ്ടുവന്നില്ല. മരുമോളെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുക. അവളെ സ്വർണം കൊടുത്ത്, വെള്ളി കൊടുത്ത്, പണം കൊടുത്ത്, മഹർ കൊടുത്ത്, ഞാൻ പറഞ്ഞ ഉദ്ദേശം അതാ, സ്വർണം വെള്ളി എന്നൊക്കെ മഹർ കൊടുത്ത്, സമ്മാനം കൊടുത്ത് ആ മോളെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാ ഇസ്ലാം. നമ്മളിപ്പോൾ ഓളെടുത്തിട്ട് ഓളെ പേരെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക. അപ്പോൾ പരിപാടി അത് ശരീഅത്തിനെതിരല്ലേ? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതേ മനസ്സിൽ വിചാരിക്കുക. പുതിയാപ്പിള തറട്ട് ചുമര് വെക്കും, വാർപ്പും ചിലപ്പോൾ കഴിച്ചുവിടും. പിന്നെ ബാക്കിയൊക്കെ ഓളെ വാപ്പ ചെയ്യണമെന്നാ. പൊന്നാര ചെറുക്കന്മാരെ, നട്ടലുണ്ടെങ്കിൽ അവനാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി വീട്. അല്ലെങ്കിൽ വല്ല പീടിയക്കൊലയിലും കടന്നുറങ്ങിക്കോളി. ഇസ്സത്തില്ലാതെ നമ്മൾ തറ കെട്ടുക, എന്നിട്ട് ബാക്കി ഓള പെരയുന്നു, ഫ്രിഡ്ജ് ഓള പെരയുന്നു, കട്ടിൽ ഓള പെരയുന്നു. ആണുങ്ങളാണെങ്കിലേ ഈ പരിപാടി നിർത്തിക്കളി. ഓസിക്ക് കണ്ടു വെക്കണ്ട. അവനവൻ്റെ കയ്യിൽ തരാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നോളി. മറ്റേതൊക്കെ അസൂയയാണ്, കിട്ടുന്നൊന്നും മതിയാവില്ല. എന്നിട്ട് എങ്ങാനും ആ കട്ടിലങ്ങ് പൊട്ടിയാൽ പറയും ഓളെ കൈ വരുന്ന കൊണ്ടുവന്നല്ല, അതിന് ഉറപ്പുണ്ടാവില്ല, എനിക്ക് അപ്പളെ ഉറപ്പാണ്. അപ്പം അങ്ങനെ പറയാം അല്ലേ? സുബ്ഹാന ജല്ല ജലാൽ. ഇങ്ങനെ പോരാ പോരാ പോരാന്നും പറഞ്ഞ് നടക്കുക നമ്മൾ. ഒരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ ആ പുതിയാപ്പിള നിങ്ങൾക്കൊരു മകനാണ്. ഒരു പുതിയ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് അവളൊരു മോളാണ്. പുതിയാപ്പിളയോട് നിന്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിനക്ക് രണ്ടാമതൊരു ഉമ്മയും ഉപ്പയുമാണ്. പെണ്ണെ, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും നിനക്കൊരു രണ്ടാമതൊരു ഉമ്മയും ഉപ്പയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ആ സ്നേഹത്തിൽ കഴിയേണ്ട വീടാ. അമ്മായിമ്മ പോരും, മേളയമ്മ പോരും, നാത്തൂം പോരും ആയിട്ട് ഇങ്ങനെ മരിക്കോളം ഇടങ്ങാറായി ആണ് മരിക്കുക. ഇതന്നെ മരിക്കോളം സമാധാനം ഉണ്ടോ? ഇല്ല. എന്തിനാ പെണ്ണുങ്ങളെ കൽബ് അതൊക്കെ എടുത്തു മാറ്റി? ആദ്യം ആർത്തി ഉണ്ടല്ലോ, പോരാ പോരാ, ആർത്തിയുള്ളവർക്ക് കിട്ടുന്നില്ല. അതാണ് അത്ഭുതം. ആർത്തിയുള്ളവർ ആർത്തിയോടുകൂടെ മരിക്കുക എന്നല്ലാണ്ട് കിട്ടൂല, മതിയാവൂല. അതുകൊണ്ട് നിർത്തിവെക്കി. നമുക്ക് പലരും തരണം എന്ന തോന്നല് അത് വേണ്ട. അള്ളാഹിനോട് ചോദിക്കും, പടച്ച തമ്പുരാൻ ഹലാലായ വഴിക്ക് അള്ളാഹ് കൊണ്ടുതരും നമ്മുടെ കൈകളിൽ. അതിൻ്റെ പേരിൽ കുടുംബം തെറ്റല്ലേ? ഒരു കല്യാണം കഴിയുമ്പോൾ കുടുംബം തെറ്റുക. കല്യാണത്തിന് മുമ്പ് തന്നെ തെറ്റുണ്ടല്ലോ. ഒരു പെണ്ണിൻ്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് പുതിയണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികളെ പറ്റിയെന്ന് വരും, ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അല്ലേ? അപ്പം ഇങ്ങനെ അറിയിക്കും, ഞങ്ങൾ ആ കുട്ടീനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ, എപ്പോൾ അടുത്ത ശനിയാഴ്ച ഉച്ചക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ 4 മണിക്ക് വരാം. ഓക്കെ. അപ്പോൾ ഈ എത്ര ആൾ വരും? ഞങ്ങളൊരു ബസ്സിനാണുണ്ടാവും. ഒരു ബസ്സിനൊന്നും ആരും പോവല്ലേ. ഒരു ചെറിയ ഒരു ആൾട്ടോ കാറിൽ 4 ആൾ പോയാൽ തീരാവുന്ന വിഷയമുള്ളൂ. എന്നിട്ട് വിഷയം അതല്ല. അവർ ചായയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇവർ പുതിനെ കാണാൻ പോണ പുതിനുകൾ കേട്ടോ, ഓരോ വിഷയം. അപ്പം ചായക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണ് സാധു പുതിയണ്ണ്, അവളെയാണ് കല്യാണം ആലോചിക്കാൻ ചെല്ലുന്നത്. അവൾ എന്തോ ചായ വെള്ളക്കേറ്റ് വരുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കോലല്ലാത്ത പെണ്ണ് അടുത്ത ആളെ തോണ്ടും, നീച്ചോ. അപ്പം മറ്റോള് നീച്ചു. അപ്പം അവള് പറഞ്ഞേക്ക്, ഈ ഒഴിച്ചു വെച്ച ചായ ചൂടാറുന്നതിന് മുമ്പ് ഒന്നൊരു മുറുക്ക് കുടിച്ചിട്ട് പോയാൽ പെരക്കാർക്ക് സമാധാനം. ഇത് ആർക്കാ ഇവര് കുടിപ്പിക്കുക? എന്നിട്ട് വരിവരിയായിട്ട് എഴുന്നേറ്റ് ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഓടുക. എന്നിട്ട് ഈ പെരക്കാരിങ്ങനെ എളിഞ്ഞു നിൽക്കുക. നമ്മളിത് ആർക്കിതൊക്കെ ഉണ്ടാക്കിയത്? ഇതിലേതോ സ്വന്തം കണ്ണാടിക്ക് നോക്കിയാൽ അവൾക്ക് അവളെ പറ്റി മനസ്സിലാവും. അവളെ പറഞ്ഞ ഈ കുട്ടിക്ക് ചൊറുക്കില്ല. എന്നിട്ട് ആ പുരക്കാരോടൊരു മാന്യമായിട്ട് ചായ കുടിച്ചോളൂ, നിങ്ങൾക്ക് ഉണ്ടാക്കിയതല്ലേ, ചായ കുടിക്കുക. എന്നിട്ട് പറയാം, ഞാൻ വിവരം ഒരു 4 ദിവസം കൊണ്ട് അറിയിക്കട്ടോ എന്ന് പറഞ്ഞു പോന്നാ പോരെ? ആ പുരക്കാരിടങ്ങേറാക്കി സങ്കടത്തിലാക്കി അവിടുന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങി ഓടുക. ഈ ഒരു വേദന ആ പുരക്കാർക്ക് മറക്കാൻ കഴിയുമോ ജീവിതത്തിൽ? ആ പെൺകുട്ടിക്ക് എത്ര വേദന ഉണ്ടാവും. ചോദിക്കൂലേ, ഉമ്മ ഇന്നവർക്ക് പറ്റിയില്ലല്ലേ, ഇവർക്കും പറ്റിയില്ലല്ലേ, നിന്നെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ, എനിക്കിനി ഒരു ജീവിതമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ച് വല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ജീവിച്ചോളാം. ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ? ഇങ്ങനെ ഒരു വിവാഹം ആലോചിക്കാൻ ചെല്ലുമ്പം തന്നെ ഫിത്തന ഉണ്ടാക്കി പോരാ. പിന്നെ അങ്ങനത്തെ പുരക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ അവിടെയൊക്കെ? അതുകൊണ്ട് പൊന്നാരാണുങ്ങളെ, പെണ്ണുങ്ങളെ, ഖതിഅത്തുൽ അർഹാം, ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നത് മോശമാണ്, ചെയ്യരുത്. ദുആവിന് ഉത്തരം കിട്ടൂല. നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതിഉർ റഹിം, കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, നബിയുടെ കുടുംബ ബന്ധം പോലെ ബന്ധമാണ് അയൽപക്ക ബന്ധം. അതുകൊണ്ട് ഒരു അയൽവാസിയും അടുത്ത അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അയൽവാസികൾക്ക് വേണ്ടി കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ എന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ നാടുകളിലെ എങ്ങനെയൊക്കെ ഹൈവേ വീതി കൂട്ടി പുതിയ റോഡായി വരുന്നുണ്ട്, NH, സംഭവം ശരിയാ. പക്ഷെ നമ്മൾ പരിക്ക് പോകാനുള്ള NH കാലാകാലം അങ്ങനെ തന്നെ. ഒരു വണ്ടി തിരിയാനും കഴിയില്ല, തിരിക്കാനും പറ്റൂല.
എന്നിട്ട് മതിലങ്ങ് മൂലൊക്കെ കൊണ്ടുവന്ന് കുത്തുക. അതൊന്ന് ഇങ്ങോട്ട് മാറ്റി കുത്തി ഒരു ചാണ് വിട്ടുകൊടുത്താൽ ഒരു വണ്ടിക്കയിൽ തിരിയാൻ പറ്റും. അസൂയ. ഒരു നടന്നാണ് പോയാൽ മതി. ഇത്രയും കാലം ഇപ്പോൾ വണ്ടിയിൽ പോയിട്ട് നടന്നല്ലേ ഒരു പോയിരുന്നത്, ഇന്നലെ മിഞ്ഞാന്നല്ലേ ഇപ്പോൾ വഴി ഉണ്ടായത്, ഒരു അങ്ങനെ സൂഹിക്കേണ്ടാണ്. ഇതൊക്കെ അസൂയയാണ് മക്കളെ, അസൂയയാണ്. ഇതൊന്നും അല്ലാഹുവിന് പൊരുത്തമല്ല. നമ്മളൊക്കെ ഒന്ന് മനസ്സ് ഒന്ന് അലിഞ്ഞു കൊടുക്കിൻ. നമ്മുടെ വീടുകളും നമ്മുടെ മനസ്സും ഒക്കെ ഒന്ന് വിശാലമാവട്ടെ. നമ്മുടെ വഴികളപ്പം വിശാലമാവും. നമ്മുടെ വഴികളും മനസ്സും വിശാലമാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും വിശാലതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പിടിച്ചാണ് അനുസരിക്കപ്പെടുന്ന പിശുക്ക് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബൈന യദൈസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ ഖിയാമത്തിന്റെ മരണത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമൽ ഖാസ്സ, സ്വന്തക്കാരോട് മാത്രമുള്ള സലാം പറച്ചിൽ, വഫുശൂ തിജാറ, കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത്, വഖതുൽ റഹാം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, വശഹാദത്തുസ്സൂർ, കള്ളസാക്ഷ്യം പറയുന്നത്, വകിത്മാന ഷഹാദത്തിൽ ഹഖ്, നല്ല കാര്യങ്ങളെ നല്ല സാക്ഷ്യം സത്യസാക്ഷ്യം മറച്ചു വെക്കുന്നതും. പിന്നെ പറഞ്ഞു വളുഹൂറുൽ ഖലം, വളുഹൂറുൽ ഖലം, എഴുത്ത് വർദ്ധിക്കുന്നതും അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് സത്യം പറഞ്ഞു നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് അൽ ഫുഹ്ശു വത്തഫഹുഷ്, മോശമായ പദപ്രയോഗങ്ങൾ എഴുതുന്നതും മോശമായ ഇമോജികൾ വിടുന്നതും മോശമായ ഐക്കണുകൾ വിടുന്നതും മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നതും വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന തമാശകൾ പറയുന്നത്, ഇതൊക്കെ ഫുഹ്ഷാണ്. നമ്മൾ പറയും ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹൈദ് നിഫാസിൻ്റെ ബാബൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പാഠങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് വല്ലാണ്ട് ബ്രേക്ക് ഇട്ട് നിർത്തരുത്, അതൊക്കെ വേഗം പറഞ്ഞു കൊടുത്ത് വിടുക. അതൊക്കെ അതിലേക്കുറിച്ച് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിൽ ചില മാന്യതയും ചില ഇസ്സത്തും ഇഫത്തും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ പച്ചയിൽ പറയാൻ പറ്റില്ല. നമ്മൾ ഫിഖ്ഹിൻ്റെ ബാബിൽ പറയുന്ന മസലകൾ, ഹൈദ് നിഫാസിൻ്റെ മസല, ഗുളി വാജിബാകുന്ന ഫർദൊക്കെ മൈക്കിൽ പറയാൻ പറ്റുമോ? പറ്റൂല, അത് മോശമാണ്. ഒരാൾ പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് മാത്രമേ അത് പറഞ്ഞൂടെ. ഞാൻ പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പിന്നുള്ള കേൾക്കണോലും ഇതെല്ലാം ആലോചിച്ചിരിക്കുക, അത് എന്തൊരു മോശമാണ്. അവരെപ്പറ്റി അതിനെപ്പറ്റി ചിന്തിപ്പിക്കലല്ലേ അത്. അതിനെ ഇടക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, അത് മാത്രം പറയാൻ പറ്റില്ല. ഫുഹ്ശു വത്തഫാഹുഷ്, ഇന്നത്തെ വലിയ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ തുണിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെപ്പറ്റി പറയുന്ന കോമഡിയാണ് വലിയ കോമഡി അല്ലേ. അത് പറയുമ്പോഴാണ് മനുഷ്യന്മാർ ചിരിക്കുക. വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഔറത്തിൻ്റെ വിഷയം പറഞ്ഞുള്ള തമാശകളാണ്. അതിനാണ് ഈ ഫുഹ്ശു വത്തഫാഹുഷ്. നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. ഈ ലോ ലെവൽ അനിമൽ ലെവലിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല, ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത്. അത് നമുക്ക് ഓർമ്മ വേണം. മാതാപിതാക്കൾ, മക്കള്, വീട്ടിൽ ഒക്കെ ആ